അരുൺ വധക്കേസിലെ ശിക്ഷാവിധി ഒരു പാഠമായിരിക്കണമെന്ന് റിട്ടയേർഡ് എസ് പി കെ.ജി. സൈമൺ. അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് ഉൾപ്പെടുത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഇതിന് പിന്നിൽ പ്രതി നടത്തിയ തയ്യാറെടുപ്പുകൾ പ്രത്യേകം നോക്കിക്കാണേണ്ടതാണ്. ഈ കുറ്റകൃത്യം നേരിൽ കണ്ടവരാരുമില്ല. എന്നാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്ന ശക്തമായ ശിക്ഷാവിധിയാണിത്. നിയമത്തെ മറികടന്ന് എനിക്ക് എന്തും ചെയ്യാമെന്ന ധാരണയ്ക്കുള്ള മറുപടി കൂടിയാണ് ഈ വിധി. ഒരാളെ ഇല്ലാതാക്കിയതിലൂടെ ആർക്ക് എന്ത് നേടാൻ കഴിഞ്ഞുവെന്ന് എല്ലാവരും ചിന്തിക്കണമെന്നും കെ.ജി. സൈമൺ പറഞ്ഞു. റയറസ്റ്റ് കേസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രിപ്പറേഷൻ ആണ്. വളരെ ഒരു പ്രൊവോക്കേഷൻ അല്ല, അങ്ങനൊന്നും അല്ല ഇത് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രിപ്പറേഷൻ ആണ്. ഇതിന്റെ മോട്ടീവ് എന്താ, ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്താന്ന് കൂടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതെല്ലാം കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഇതിനുള്ള ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ പിന്നെ പ്രത്യേകിച്ച് ഐ വിറ്റ്നസ് ഒന്നുമില്ല. സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് വളരെ അതിവിദഗ്ധമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അതിന്റെ സുൾഫിക്കറും അതുപോലെ ജോൺസൺ എല്ലാം അത് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോസിക്യൂഷൻ എല്ലാം വളരെ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഈ കേസിൽ വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ആർക്കെന്ത് നേടി എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. അതായത് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടോ? നഷ്ടങ്ങളല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി വരാൻ പോകുന്ന അതിനേക്കാളും വലിയ നഷ്ടമാണ്. ഇതൊരു പാഠമായിരിക്കണം. നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. എന്തെങ്കിലും കാണിച്ചു കൂട്ടി ഞാൻ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞ ആരും ഇല്ലെന്നുള്ള വിചാരം ഉണ്ടായാലോ, നിയമമൊന്നും ഇതിന്റെ മുകളിലല്ല എന്നെല്ലാവരും ചിന്തിക്കുന്ന ഒന്നായിരിക്കും. നിങ്ങളുടെ വിധികൾ കൊണ്ട് അതാണ് പ്രത്യേകിച്ച് അത് അതാണ് കൊലപാതകം ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ ആസൂത്രണമാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. ആസൂത്രണം എങ്ങനെ ചെയ്തു, അപ്പോൾ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തന്നെ എത്രത്തോളം അടുത്ത കൂർമ്മ ബുദ്ധി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് ഭാവിയിൽ സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി പിന്നീട് കേരളത്തിൽ ജീവിച്ച് വളരുമ്പോൾ സമൂഹത്തിന് ബുദ്ധിമുട്ടാവുന്നുള്ള കോടതിക്ക് വന്നിരിക്കുന്നത്. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആസൂത്രിച്ച് പിന്നെയും എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, എങ്ങനെ കൊല്ലാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത്രയും പ്രായം കുറഞ്ഞ കുട്ടിക്ക് എങ്ങനെ കൊല്ലാൻ പറ്റുന്നു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് കുട്ടി പറയുന്നുണ്ടല്ലോ, അവള് പ്രതി പറയുന്നുണ്ടല്ലോ എനിക്ക് പഠിക്കണം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ മറ്റൊരു നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയും പ്രായം കുറഞ്ഞ കുട്ടിക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്, വലിയ കടുത്ത ബുദ്ധിയിൽ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു, എങ്ങനെ മനുഷ്യൻ കൊല്ലണം ചിന്തിക്കുന്നു, എങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ അവരുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭവിഷ്യത്ത് എല്ലാം അവർക്ക് അറിയാം. പക്ഷെ അതിനൊന്നും വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ വിധിക്കേണ്ടി വന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.